നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടി വിറപ്പിക്കാൻ ഒറ്റയൊരുത്തനെ ഉള്ളുവെന്ന് വീണ്ടും തെളിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിൽ നടന്ന അനാസ്ഥ പുറത്തുവന്നതോടെ എടോ വിജയ എന്ന് വിളിച്ച് രാഹുൽ രംഗത്ത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വായും പൊളിച്ച് നിൽക്കുമ്പോഴാണ് രാഹുലിന്റെ എൻട്രി. ഈ വിഷയത്തിൽ ശക്തമായൊന്ന് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പോലും വി.ഡി. സതീശൻ തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്ന് പിണറായിക്കെതിരെ 2 ഡയലോഗ് അടിച്ചിട്ട് പോയതാണ്. അതിൽ കൂടുതൽ ഒന്നും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ആ ഒരു സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കെ ശൈലജയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് പാലക്കാട് എം.എൽ.എ. സർക്കാർ അനാസ്ഥകൾ തുറന്നു കാണിക്കാനോ ചോദ്യം ചെയ്യാനോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരുത്തരും തയ്യാറാകുന്നില്ല. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇവർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനോ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനോ സമരം ശക്തമാക്കാനോ ഒന്നും പ്രതിപക്ഷ നേതാവിനെ എവിടെയും കാണാനില്ല. ഒരു പുതുയുഗ യാത്ര തുടങ്ങിയതോടെ അതിന്റെ വാലിൽ കടിച്ചു തൂങ്ങി ആ വഴിക്കൊരു പോക്കായിരുന്നു സതീശൻ. കേരളത്തിലെ പൊള്ളുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാതെ സതീശൻ നാട് നിരങ്ങി നടന്നിട്ട് എന്താണ് കാര്യമെന്നുള്ള ചോദ്യം ഉയരുന്നു. സതീശൻ മൗനം പാലിക്കുന്നിടത്ത് രാഹുൽ കത്തിക്കയറുന്നു. രാഹുലിന് പിന്നിൽ അണിനിരന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. ഒന്നും രണ്ടും പിണറായി സർക്കാരിനെ തീച്ചൂളയിൽ നിർത്തിക്കൊണ്ടാണ് രാഹുലിന്റെ ഒരൊറ്റ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇരുണ്ട കാലത്തെ അടയാളപ്പെടുത്താൻ QR കോഡും വെബ്സൈറ്റും ഒന്നും വേണ്ട. ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർ ജീവനോടെയുണ്ട്. ചിലർ ചികിത്സാ പിഴവുകൊണ്ടും ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണുമൊക്കെ മരിച്ചുപോയി. ഈ 5 വർഷം മുൻപ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ അടുത്ത് നിന്ന് 335 കിലോമീറ്റർ മാത്രം ദൂരമുള്ള വിജയൻ സാറായിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് 373 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ശ്രീമതി കെ ശൈലജയായിരുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കുക. ഇതും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് പിണറായി കൂട്ടർക്ക് നല്ല ഒന്നാന്തരം അടിയാണ് കൊടുത്തിരിക്കുന്നത്. രാജിവെക്കേണ്ടത് ഉമ്മൻചാണ്ടി അല്ലല്ലോ, ഇപ്പോഴുള്ളവർ അങ്ങോട്ട് രാജിവെക്കൂ എന്നാണ് രാഹുൽ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശൈലജയും പിണറായിയും ഒക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇവരാരും തന്നെ തയ്യാറായിട്ടില്ല. ഇതൊക്കെ വേണമെങ്കിൽ സംഭവിക്കും. സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെയൊക്കെ അങ്ങ് വിട്ടേക്കൂ എന്നുള്ള നിലപാടിലാണ് സർക്കാർ മുൻപോട്ട് പോകുന്നത്. അല്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കിപ്പോഴുള്ളത്. ശൈലജയുടെ കാലത്ത് രോഗിയുടെ വയറ്റിൽ മറന്നുവെച്ച കത്രിക കണ്ടുപിടിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് അഭിനന്ദനങ്ങളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ വലിയ പരിഹാസമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കത്തുന്ന പ്രതിഷേധമാണ് നടക്കുന്നത്. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുകയാണ്. എന്ത് നടപടിയാണ് ഇക്കാലയളവിൽ എടുത്തിരിക്കുന്നത്? സർക്കാർ ആശുപത്രികളുടെ പിഴവ് ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ തുടങ്ങും നമ്പർ 1 ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് സംഘടിത നീക്കം, ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാണ് പിന്നീട് കരച്ചിൽ. വീണ ജോർജ് ആണെങ്കിൽ കാവടി എടുത്തങ്ങ് തുള്ളും. സാർ, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, കപ്പിത്താൻ ഉണ്ട് സാർ എന്നാണ് തള്ള്. എന്നാ പിന്നെ കപ്പിത്താനോട് അവരുടെ വയറ്റിലെ ആ കത്രിക എടുത്തു കൊടുക്കാൻ പറ. ഇത്തരത്തിൽ കലിതുള്ളുകയാണ് ജനങ്ങൾ. തുടരെ ചികിത്സാ പിഴവുകളാണ് സംഭവിക്കുന്നത്. ഇത് ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഗതികേട് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചികിത്സാ പിഴവുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വകുപ്പ് ആരോഗ്യ മേഖലയായിരുന്നു. കെ ശൈലജയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലായിരുന്നു മുൻപോട്ട് പോയിരുന്നത്. എന്നാൽ ആ കാലത്തും പിഴവുകൾ സംഭവിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലൂടെ വ്യക്തമാകുന്നത്. കോവിഡ് കാലത്തെ PPE കിറ്റിന്റെ അഴിമതിയിൽ കെ ശൈലജയ്ക്ക് നേരെ വലിയ വിമർശനം പല കോണിൽ നിന്ന് ഉയർന്നതാണ്. എന്നാൽ ആ അഴിമതിക്ക് പിന്നിൽ കപ്പിത്താനായിരുന്നു എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ ചികിത്സാ പിഴവുകൾ ആ സമയത്തും ഉണ്ടായി. അതിനെതിരെ എന്ത് നടപടിയെടുക്കാൻ സാധിച്ചു? അതായത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്തും ചികിത്സാ പിഴവുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മൾ കേട്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. കളിക്കുന്നതിനിടയിൽ താഴെ വീണ് ആ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞപ്പോൾ പ്ലാസ്റ്റർ ഇട്ടതാണ്. ഒടുക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അത് മുറിച്ചു മാറ്റേണ്ട ഗതികേടാണ് ഉണ്ടായത്. ആ കുഞ്ഞിന്റെ കൈക്കൊരു മുറിവ് സംഭവിച്ചിരുന്നു. അതിൽ മരുന്നൊന്നും ചെയ്യാതെ വെച്ചുകെട്ടാതെ പ്ലാസ്റ്റർ ഇട്ട് വിടുകയായിരുന്നു. ആ മുറിവാണ് അവിടെ ഇരുന്ന് പഴുത്തത്.
തുടർന്ന് മറ്റൊരു ഗത്യന്തരവും ഇല്ലാതെ വന്നതോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അത് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ആ ഒരു നാണക്കേടിൽ നിന്ന് പോലും തലയൂരാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അവസാനം ആ കുഞ്ഞിന്, വിനോദിനി എന്നാണ് ആ കുഞ്ഞിന്റെ പേര്, ആ കുഞ്ഞിന് കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കേണ്ടി വന്നു. അതും VD സതീശന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തു കൊടുത്തത്. പക്ഷേ സർക്കാർ അപ്പോഴും കൈമലർത്തുകയാണ് ചെയ്തത്. ആകെ 2 ലക്ഷമാണ് ആ കുടുംബത്തിന് കൊടുത്തത്. 2 ലക്ഷമാണോ ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിന് കൊടുക്കുന്നത്? ഇത്തരത്തിൽ തുടരെ ചികിത്സാ പിഴവുകളാണ്. ഇതിനു മുൻപ് നമ്മൾ കേട്ടിരുന്നു, ഒരു ശസ്ത്രക്രിയയുമായി ചെന്ന ഒരു യുവതിയുടെ വയറ്റിൽ നെഞ്ചു മുതൽ വയറ് വരെ നീളത്തിൽ ഒരു കേബിൾ ഇരിക്കുന്നത്. അതെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. അതിന്റെ ദുരിതം പേറി ജീവിക്കുകയാണ് ആ സ്ത്രീ. ഇപ്പോഴാണ് വീണ്ടും ഒരു ചികിത്സാ പിഴവിന്റെ വിവരം പുറത്തേക്ക് വരുന്നത്. നിസ്സാര വിഷയമല്ല, കത്രികയാണ് വയറിൽ കുടുങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പോലും ഇപ്പോൾ നിസ്സാരവൽക്കരിക്കുകയാണ് ആ വിഷയം. ഡോക്ടറിന്റെ വിചിത്രവാദം കേട്ടിട്ട് ജനത്തിന്റെ കലി തുള്ളുകയാണ്, ജനങ്ങൾ ഇളകി ഇറങ്ങുകയാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് പോകുന്നത്. അവർക്ക് ആശ്രയം സർക്കാർ ആശുപത്രികളിലാണ്. അവിടെയാണ് ഈ ചികിത്സാ പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഉയർത്തി കാണിച്ചിരിക്കുന്നത്. വയറ്റിൽ കുടുങ്ങിയ ആ കത്രിക 5 വർഷമല്ല 50 വർഷം വേണമെങ്കിലും അത് വയറ്റിലിരിക്കും, ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആരോപണ വിധേയയായ ഡോക്ടർ ലളിതാംബിക പറഞ്ഞിരിക്കുന്ന വിചിത്രവാദം. താനല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നും ഇവർ വാദിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നഴ്സ് എഴുതണം. അങ്ങനെ ഫ്ലോർ നഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഗവൺമെന്റ് സെറ്റപ്പിൽ ഒരു തിയേറ്ററിലും ഇല്ല, എന്റെ അറിവിൽ ഇല്ലെന്നാണ്. ഇപ്പോൾ കോഴിക്കോടത്തെ ഇഷ്യൂവിന് ശേഷം എല്ലായിടത്തും വന്നു കാണും. ഫ്ലോർ നഴ്സ് എഴുതിയിരുന്നുവെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയും, മേഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ നോക്കും, ഇത്രയുമുണ്ട്. അവർക്ക് ഓർമ്മയിൽ ഒരു പിശക് വന്നു പോയാൽ അത് പിശകാണ്. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതൊരു വലിയ ട്യൂമർ ആയതുകൊണ്ട് സംഭവിച്ചതാകാം. 3.5 കിലോ ഉണ്ടായിരുന്നു ട്യൂമർ, അതുകൊണ്ടാണ് സർജറി ചെയ്തത്. അല്ലെങ്കിൽ കോവിഡ് സമയത്ത് അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചെയ്തപ്പോഴാണ് ഫൈബ്രോയിഡ് ആണെന്ന് കണ്ടെത്തിയത്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. പക്ഷേ ചെയ്തവർക്ക് അത് പാരയായി. എടോ, ഇത് വയറ്റിലുള്ളത് കൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാമെന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇരുന്നത് കൊണ്ട് ഒന്നും അറിയത്തില്ല. ഇത് പണ്ട് 20 കൊല്ലം മുൻപ് വെച്ചതുമാകാം. ഇപ്പോൾ വെച്ചതാണ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റിന്റെ പഴക്കം കണ്ടുപിടിക്കുകയും മറ്റോ ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല. പത്രത്തിൽ കണ്ടാണ് ഞാനും വിവരമറിഞ്ഞത്. എന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ആൾക്കാർ വിളിച്ചു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ്. ആ സമയം 3.5 കിലോ ഉള്ള ട്യൂമർ ഞാൻ എടുത്തിട്ടില്ല. സാധാരണ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ മറന്നുപോകും. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കേസല്ലേ, ഞാനല്ല ചെയ്തത്. അന്ന് പ്രത്യേകിച്ച് കോവിഡ് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ ചെയ്ത് 3-ാം ദിവസം പേഷ്യന്റ് വീട്ടിൽ പോയി. ഇത്രയും നാളായിട്ട് ആ പേഷ്യന്റ് പെയിൻ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ യൂറിനറി സ്റ്റോൺ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. ഇവരുടെ സിംറ്റംസ് മുഴുവൻ യൂറിനറി സ്റ്റോൺ കൊണ്ടാണ്. റെസ്പോൺസിബിലിറ്റി സ്വാഭാവികമായും ശസ്ത്രക്രിയ ചെയ്തയാൾക്ക് വരും. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. ഇൻസ്ട്രുമെന്റ് എഴുതുന്നില്ല, ഫ്ലോർ നേഴ്സില്ല. ഇൻസ്ട്രുമെന്റ് കറക്റ്റ് എന്ന് പറഞ്ഞത് ഡോക്ടർ വിശ്വസിച്ചു. നമുക്ക് 60 ഇൻസ്ട്രുമെന്റ് കാണും ആ സമയത്ത്. അത് മുഴുവനും ചെയ്യുന്നത് ഡോക്ടറല്ല, കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തുന്നത് സിസ്റ്ററാണ്. സിസ്റ്റർ പറയും അവസാനം എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അടയ്ക്കും. അതാണ് സംഭവിക്കുന്നത്. ഞാൻ 38 കൊല്ലമായിട്ട് ആലപ്പുഴയിൽ ഉള്ളതല്ലേ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത പേഷ്യൻസ് പോലും എന്റെ പേര് പറയും. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വർഷം ആലപ്പുഴയിൽ ഇരുന്നിട്ടുള്ള ആരുമില്ല. ഈ പേഷ്യന്റ് വേദനയായിട്ട് എവിടെ പോയി? നമ്മുടെ അടുത്തൊന്നും വന്നിട്ടേ ഇല്ലല്ലോ. വല്ല ഹോമിയോ ആയുർവേദമോ പോയി കാണും. അല്ല, എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇത് 20 കൊല്ലം ഇരുന്നാലും അറിയത്തില്ല. അല്ലെങ്കിൽ അത് കുടലിൽ വല്ലതും തുളച്ചു കയറണം. ഇത് പക്ഷേ അങ്ങനെയൊന്നും കയറിയിട്ടില്ല. ഇങ്ങനെ വെർട്ടിക്കലായിട്ടിരിക്കുകയാണ്. അത്യാവശ്യം എമർജന്റ് കോംപ്ലിക്കേഷൻ കേസ് വരുമ്പോൾ വിളിക്കുമ്പോൾ ചെല്ലും, എന്നിട്ട് പോരും. യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ IP നമ്പറിന്റെ ഓർഡർ കൃത്യമായി ശസ്ത്രക്രിയയ്ക്ക് തീയതി കൊടുത്തിട്ടുണ്ടാകും. HOD ആയിരുന്നതുകൊണ്ടാകാം തന്റെ പേര് പറയുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. ഇത്തരത്തിലൊരു വിചിത്രവാദമാണ് ലളിതാംബിക നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ രോഗി പറയുന്നു ലളിതാംബികയാണ് ചെയ്തതെന്ന്. പക്ഷേ 3 കിലോ ട്യൂമർ, അത് കോവിഡ് കാലം എന്നൊക്കെ കൃത്യമായി ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിൽ കൃത്യമായ അന്വേഷണമാണ് ആവശ്യം. ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യണം. കാരണം ഒരു രോഗിയുടെ ആരോഗ്യം വെച്ചാണ്, അവരുടെ ശരീരം വെച്ചാണ് കളിച്ചിരിക്കുന്നത്. അതിന്
ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. ഇത്തരത്തിൽ തുടരെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾക്ക് ഒരു അറുതി വേണം. ഇനിയും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടരുത്. അതിന് ശക്തമായ നടപടികളാണ് ഇനി ആവശ്യം. എന്തായാലും ഡോക്ടർക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ആളിക്കത്തുകയാണ്. ഡോക്ടറെ വിമർശിച്ചുകൊണ്ട് അഞ്ജു പാർവതി പ്രബീഷ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്ന് കണ്ടു. ശസ്ത്രക്രിയ ചെയ്തത് ഇവരാണോ, കത്രിക ഉള്ളിൽ വന്നത് ഇവരുടെ പിഴവാണോ എന്നതൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ. പക്ഷേ മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് ഇളിച്ചോണ്ട് അങ്ങനെ ഒരു ഉപകരണം വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് നോ പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാനുള്ള ആ ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അത് കണ്ടപ്പോൾ അടുത്ത ആരോഗ്യമന്ത്രി ആകാനുള്ള യോഗ്യത ഇവർക്കുണ്ടെന്ന് മനസ്സിലായി. അമ്മാതിരി തൊലിക്കട്ടി. ഉഷ എന്ന ആ വീട്ടമ്മയ്ക്ക് ബോറടിച്ചപ്പോൾ അവർ കത്രിക എടുത്ത് വിഴുങ്ങിയെന്ന് ആ അമ്മ പറയാതിരുന്നത് ഭാഗ്യം. ഞാനിപ്പോൾ ഓർത്തത് സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായതിനെക്കുറിച്ച് മുൻ ആരോഗ്യമന്ത്രി ടീച്ചറമ്മയും ഇപ്പോഴത്തെ മിനിസ്റ്റർ ആന്റിയും എന്ത് പറയുമെന്നാണ്. 5 കൊല്ലം മുമ്പത്തെ ശസ്ത്രക്രിയ ആയതുകൊണ്ട് തൽക്കാലം മിനിസ്റ്റർ ആന്റി ജസ്റ്റ് എസ്കേപ്ഡ്. പിഞ്ഞാണം അവാർഡ് കിട്ടിയ ലോകോത്തര ആരോഗ്യമന്ത്രി ടീച്ചറമ്മ ഇത് മിക്കവാറും ഉഷ വിഴുങ്ങിയ കത്രികയാണെന്ന് പറയുമോ, അതോ ഇന്നത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ 20 കൊല്ലം മുൻപ് നടന്ന ശസ്ത്രക്രിയ പിഴവാക്കി മാറ്റുമോ എന്ന് കണ്ടറിയണം. എന്റെ കുടുംബത്തിലുണ്ട് 4 ഡോക്ടർമാർ. നാളെ അവരിൽ ഒരു പിഴവ് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു, അഥവാ അങ്ങനെ ഒരു പിഴവ് വന്നാൽ പോലും ഇതുപോലെ മീഡിയയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഇമാതിരി ഒരു ക്യാപ്സൂള് അവർ വിതറില്ല, അതുറപ്പ്. മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം എന്നാണ്. എങ്കിലും ഒരു ഡോക്ടറിന് അത് വരാൻ പാടില്ല. എങ്കിൽ പോലും അങ്ങനൊന്നു വന്നാൽ അത് ഞാൻ ചെയ്തതുകൊണ്ടല്ല, എന്റെ കത്രിക വെപ്പ് ഇങ്ങനെയല്ല, കത്രിക ഒരു 50 കൊല്ലം വയറ്റിലിരുന്നാലും ഒരു പ്രശ്നവുമില്ല, കത്രികയുടെ പഴക്കം നോക്കി ആരിട്ടു എന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരൊക്കെ എവിടുത്തെ ഡോക്ടറാണ് എന്ന് ചോദിച്ചു പോകുന്നു. ഒരു ഉപകരണം വയറ്റിൽ കിടന്നിട്ട് ഒരു സ്ത്രീ അനുഭവിച്ച വേദനയെ ഇത്രമേൽ നിസാരവൽക്കരിച്ച, അതിനെ ഇളിയോടുകൂടി ന്യായീകരിച്ച ഡോക്ടറുടെ നടപടി തികച്ചും അൺഎത്തിക്കൽ എന്ന് തന്നെ പറയുന്നു. സിസ്റ്റം തികഞ്ഞ പരാജയമെന്ന് നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു. ആ വേസ്റ്റ് സിസ്റ്റത്തിന് ചേർന്ന ഡോക്ടർ തന്നെയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തെളിയിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ആരോഗ്യ കേരളം എന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന സംഗതിയാണെന്ന് പൊതുസമൂഹത്തിനറിയാം. മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതായിരുന്നു അഞ്ജു പാർവതി പങ്കുവച്ച ഒരു പോസ്റ്റ്. മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ട്. അതിങ്ങനെയാണ്: നമ്പർ 1 ആരോഗ്യ കേരളത്തിന് ഒരു പൊൻതൂവൽ കൂടി. ശസ്ത്രക്രിയ കഴിഞ്ഞ വീട്ടമ്മയുടെ വയറ്റിൽ വീണ്ടും കത്രിക വിപ്ലവം. കപ്പൽ അടിത്തട്ട് തട്ടി തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. അതിന്റെ അടിയിൽ തണ്ടല്ലൊടിഞ്ഞു കിടപ്പുണ്ട് ആരോഗ്യ കേരളം. തന്നെ കൊണ്ട് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നും അറിയാമെങ്കിലും മേഡത്തിന് തള്ളിന് മാത്രം ഒരു കുറവുമില്ല. സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായി അതിനെ കീഴെ ഒരു വീണ പൂവായി കിടപ്പുണ്ട്. എന്നാലും നാളെ വന്നിട്ട് ഇതേക്കുറിച്ച് ലോകത്ത് ഒന്നുമില്ലാത്ത വിശദീകരണമായിട്ട് വരും മേഡം എന്നറിയാം. നമ്മളൊന്നും പറയണില്ല. കുഞ്ഞുകുട്ടി പരാധീനക്കാരൊക്കെ ഉള്ളതാണേ. സംസ്ഥാന ദ്രോഹിയാക്കി ഇന്നോവ വിട്ടാൽ ഓടാനൊന്നും വയ്യ. വാദത്തിന്റെ അസ്കിതയുണ്ട്. അതുകൊണ്ട് കത്രികയോ കോടാലിയോ എന്ത് വേണേലും എക്സ്റേയിൽ തെളിഞ്ഞോട്ടെ. നമ്പർ 1 ആരോഗ്യ കേരളത്തെ പുകഴ്ത്തി ഡേൻസ് ചെയ്തോളാം. ഇതായിരുന്നു അഞ്ജു പാർവതി പങ്കുവച്ച മറ്റൊരു പോസ്റ്റ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകളാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 2021 ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ശസ്ത്രക്രിയക്കിടെയാണ് വീട്ടമ്മയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ സർജറി ഉപകരണമായ മസ്കിറ്റോ കുടുങ്ങിയത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. കഴിഞ്ഞ ദിവസം MRI സ്കാനിങ്ങിലാണ് ഉഷയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. 2021 മെയ് 5-നാണ് വയറ്റിലെ മുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നടന്നതെന്നും പിന്നാലെ കഠിനമായ വേദന അനുഭവപ്പെട്ടുവെന്നും ഉഷ ജോസഫ് പറഞ്ഞിരുന്നു. ആശുപത്രികളിൽ മാറി മാറി പോയി ചികിത്സ തേടി മൂത്രത്തിലൂടെ രക്തം പോകാൻ തുടങ്ങിയപ്പോഴാണ് താൻ ടെസ്റ്റുകൾ നടത്തിയത്. ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മൂത്രസഞ്ചിയിൽ കല്ലാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രിക കണ്ടത് എന്നും ഉഷ പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇതറിയിച്ചപ്പോൾ ന്യൂറോളജിയിലെ ഡോക്ടർ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ആരോടും പറയേണ്ട, ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞതായും ഉഷ വെളിപ്പെടുത്തി. ഒരുപാട് പണം ചികിത്സയ്ക്കായി ചെലവായി എന്നും മരുന്ന് വാങ്ങിയതിന് കണക്കില്ല എന്നും ഉഷ പറഞ്ഞു. ഇഷ്ടം പോലെ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. എങ്ങോട്ടേക്കെങ്കിലും പോകുന്നെങ്കിൽ പോലും ഗുളികകൾ കൊണ്ടുപോകണം. എനിക്കിനി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട, പേടിയാണ്. ഞാൻ ഒരുപാട് വേദന തിന്നു. മൂത്രം പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കഠിനമായ അസ്വസ്ഥതയാണ് അനുഭവിച്ചതെന്നും ഉഷ പറഞ്ഞു. അവരവരുടെ ദുരിതമാണ് പറഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഡോക്ടർ വന്ന് പറയുന്നത് 5 അല്ല 50 കൊല്ലം അത് വയറ്റിലിരുന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.